മിഷണറി അലൻ ഗാർഡിനർ 1794 ജാനുവരി 28 ഇംഗ്ലണ്ടിൽ സാമുവൽ ഗാർഡിനറിൻ്റെ 5ാമത്തെ മകനായി അലൻ ഗാർഡിനർ ജനിച്ചു. സാഹസികത ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. താൻ സാഹസികത ഇഷ്ടപ്പെട്ടിരുന്നതുകൊണ്ട് നേവൽ കോളേജിൽ നിന്നും ബിരുദം നേടി. നാവികസേനയിൽ ചേർന്നു. തൻ്റെ മാതാവ് വലിയ ദൈവഭക്തിയായിരുന്നു. തൻ്റെ മാതാവിൻ്റെ സുഹൃത്തായിരുന്ന ഒരു മിഷണറി വനിതയുടെ കത്ത് വായിച്ചാണ് താൻ രക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പ്രത്യാശയോടുള്ള അന്ത്യ നിമിഷങ്ങളെപ്പറ്റി പിതാവ് എഴുതിയ വിവരണങ്ങളായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം. അന്നു മുതൽ തൻ്റെ ജീവിതത്തിന് രൂപാന്തരമുണ്ടായി. ഒരു പുതിയ ജീവിതത്തിന് അവൻ തുടക്കമിട്ടു. തനിക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ ചിലിയിലും പെറുവിലും തെക്കേ അമേരിക്കയിൽ കഷ്ടത അനുഭവിക്കുന്നവരുടെ ഇടയിലും സുവിശേഷം അറിയിക്കുമെന്ന് അന്ന് ഗാർഡിനർ ഒരു തീരുമാനമെടുത്തു. താൻ തൻ്റെ ആഗ്രഹത്തെ ലണ്ടൻ മിഷണറി സംഘടനയെ അറിയിച്ചെങ്കിലും അവർ ആ താൽപ്പര്യത്തെ നിരസിച്ചു. എന്നാൽ 1834 ഗാർഡിനർ തൻ്റെ ഭാര്യയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ദൈവവേലയ്ക്കു വേണ്ടി വീണ്ടും സമർപ്പിച്ചു. ആദ്യമായി ആഫ്രിക്കയിൽ സുലു വർഗക്കാരുടെ ഇടയിൽ തൻ്റെ ദൗത്യം ആരംഭിച്ചു. സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച ആ ത്യാഗാത്മാവിന് ശേഷിച്ചത് വസ്ത്രങ്ങളും ഒരു സ്പൂണും തൻ്റെ വേദപുസ്തകവും മാത്രമായിരുന്നു. പക്ഷേ തൻ്റെ ഇല്ലായ്മകളെ മറന്നുകൊണ്ട് ഗാർഡിനർ സുലു വർഗക്കാർക്ക് വിദ്യാഭ്യാസവും വസ്ത്രങ്ങളും നൽകി. അവിടെ ഡർബൻ എന്ന പട്ടണവും സ്ഥാപിച്ചു. എന്നാൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനാൽ 3 വർഷത്തിനു ശേഷം ഗാർഡിനർ അവിടം വിട്ടുപോകുവാൻ നിർബന്ധിതനായി. 1837 താൻ വീണ്ടും വിവാഹിതനായി. തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി ബ്രസീലിലെത്തി. യൂറോപ്പിൽ നിന്നും വളരെയേറെ ദുരിതം അനുഭവിച്ചിരുന്ന ആ ദേശക്കാർ മിഷണറിമാരെ വെറുത്തിരുന്നു. 1840 ഗാർഡിനർ പാറ്ററോണിയയിൽ അവിടെ ദൈവവേല ചെയ്തു. എങ്കിലും യുദ്ധനിമിത്തം തനിക്ക് ആ പ്രവർത്തനം അവിടെ ചെയ്യുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. പലതവണ അദ്ദേഹത്തിന് അവിടെ നിന്നും മടങ്ങേണ്ടി വന്നു. 1850 ഗാർഡിനറും തൻ്റെ 6 സഹപ്രവർത്തകരുമായി ടെറാഡൽ ഫ്യൂഗോയിൽ കപ്പലിറങ്ങി. റിച്ചാർഡ് വില്യം എന്ന ഒരു ഡോക്ടർ, ഒരു കപ്പൽ ആശാരി, ഒരു അധ്യാപകൻ, 3 മീൻപിടുത്തക്കാർ എന്നിവരായിരുന്നു ഗാർഡിനറിൻ്റെ സഹപ്രവർത്തകർ. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ചുരുക്കം സാധനങ്ങൾ മാത്രമേ അവർ കരുതിയിരുന്നുള്ളൂ. തങ്ങൾ ശേഖരിച്ചിരിക്കുന്ന സാധനങ്ങൾ തീർന്നാൽ സ്ഥലവാസികളിൽ നിന്നും വാങ്ങാം എന്നുള്ള അവരുടെ പ്രതീക്ഷ മുഴുവൻ അസ്ഥാനത്തായി. അവിടെയുണ്ടായിരുന്ന ജനങ്ങൾ മുഴുവൻ അവർക്കെതിരായി. അവരുടെ ജീവന് ഭീഷണിയുമുണ്ടായി. പുറമേ നിന്നും എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സഹായം വന്നപ്പോഴേക്കും വളരെ താമസിച്ചിരുന്നു. ആഹാര ദൗർലഭ്യവും കാലാവസ്ഥയുടെ കാഠിന്യവും അവരുടെ ശരീരങ്ങളെ ബലഹീനപ്പെടുത്തിക്കൊണ്ടിരുന്നു. ശ്രേഷ്ഠനായ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ഗാർഡിനർ. ഗാർഡിനറിനൊപ്പം കഴിയുക എന്നത് സ്വർഗം ഭൂമിയിൽ വന്നതുപോലെയാണെന്ന് കപ്പൽ ആശാരി സാക്ഷ്യപ്പെടുത്തിയിരുന്നു. എങ്കിലും ആ സുഹൃത്തുക്കൾക്ക് രോഗാതുരമായ ശരീരത്തെ വിടുവിച്ച് നിർത്തുവാൻ കഴിഞ്ഞില്ല. അവർ ഓരോരുത്തരായി മരണത്തിന് കീഴടങ്ങി. 1851 സെപ്റ്റംബർ 6 ഗാർഡിനറിൻ്റെ വാക്കുകളിൽ നിരാശയുടെ ലാഞ്ചന പോലും ഇല്ലായിരുന്നു. അദ്ദേഹം ഭാര്യയ്ക്കും മക്കൾക്കും കത്തുകൾ എഴുതി തൻ്റെ ബോട്ടിനരികിലേക്ക് വന്നുവെങ്കിലും അതിനുള്ളിൽ കയറുവാൻ ആകാതെ അതിൻ്റെ അരികത്ത് വീണ് ആ ധീര പോരാളി വീരചരമം പ്രാപിച്ചു. 4 മാസങ്ങൾക്ക് ശേഷം 1852 ജനുവരിയിൽ സഹായവുമായി എത്തിയ 2 അന്വേഷകർ കണ്ടത് 7 പേരുടെയും മൃതദേഹങ്ങളാണ്. നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയ അവർ കൊച്ചുകുട്ടികളെപ്പോലെ പൊട്ടിക്കരഞ്ഞുപോയി. ഈ മരണങ്ങൾ ഇംഗ്ലണ്ടിനെ നടുക്കിക്കളഞ്ഞു. ഇതിൻ്റെ ഫലമായി സ്ഥിരമായി ഒരു മിഷണറി പ്രവർത്തനം അവിടെ ആരംഭിച്ചു. പാറ്റഗോണിയയിലും പുതിയ മിഷണറിമാർ എത്തിച്ചേർന്നു. അലൻ ഗാർഡിനർ എന്ന പേരിൽ ഒരു മിഷണറി കപ്പൽ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനായി അയക്കപ്പെട്ടു. സമസ്തവും ദൈവത്തിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മരണത്തെപ്പോലും സന്തോഷത്തോടെ എതിരേറ്റ ഗാർഡിനറിൻ്റെയും സുഹൃത്തുക്കളുടെയും ധൈര്യം എത്ര ശ്രേഷ്ഠമായിരുന്നു! അവരുടെ പ്രത്യാശ ഈ ലോകത്തിലല്ലായിരുന്നു, മറിച്ച് ദൈവം തങ്ങൾക്കായി ഒരുക്കിയ ദേശത്തിലായിരുന്നു. ഇവരുടെ ധൈര്യം ഇന്നും അനേകരെ ധൈര്യപ്പെടുത്തുകയും ത്രസിപ്പിക്കുകയും ചെയ്യുന്നു.
നമുക്കും ഗാർഡനറിനെ പോലെ ദൈവവേലയ്ക്കു വേണ്ടി ഉറച്ച തീരുമാനമെടുക്കാം.